നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ആദ്യ മത്സരം ചെസ്റ്റർലെ സ്ട്രീറ്റിൽ പുരോഗമിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് 189 റൺസാണ് അടിച്ചിരിക്കുന്നത്. ഓപ്പണർ സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. അയർലൻഡിലെ 2 കളിയിലും അദ്ദേഹം ഫ്ലോപ്പായിരുന്നു. ഇതാ ഇംഗ്ലണ്ടിലെ ആദ്യ കളിയിലും ഒരേ ഒരു റൺസാണ് അടിച്ചിരിക്കുന്നത്. അതേസമയം സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ വെടിക്കെട്ട് തന്നെ നടത്തി. അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. കൂടാതെ നായകൻ ശ്രേയസ് അയ്യരുടെ വകയും മികച്ചൊരു ഇന്നിങ്സ് അർദ്ധ സെഞ്ചുറി നേടി. ശിവൻ ദ്യൂബയും മനോഹരമായിട്ട് കളിച്ചപ്പോഴാണ് 189 റൺസിലേക്ക് ടീം ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞത്. ആദ്യം സഞ്ജു സാംസൺ മടങ്ങി. ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 6 റൺസാണ് ഉണ്ടായിരുന്നത്. സഞ്ജു 7 പന്തുകൾ നേരിട്ട് ഒറ്റ റൺസാണ് അടിച്ചത്. സാക്കിബ് മഹമ്മൂദിൻ്റെ പന്തിൽ ടോം ബാൻഡൻ പിടിച്ചു പുറത്താവുകയായിരുന്നു. ഇഷാൻ കിഷൻ പിന്നാലെ റണ്ണൌട്ടായി. റണ്ണൊന്നും അദ്ദേഹം എടുത്തിരുന്നില്ല. എന്നാൽ അഭിഷേക് ശർമ്മയും ശ്രേയസ് അയ്യരും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി. അഭിഷേകിൻ്റെ വെടിക്കെട്ടായിരുന്നു നമ്മൾ എടുത്തു പറയേണ്ടത്. 6 4 4 6 അടക്കം 24 പന്തിൽ 59 റൺസ് അടിച്ച് സാം കറിൻ്റെ പന്തിൽ LBW ആയിട്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു. ശ്രേയസ് അയ്യർ 47 പന്തിൽ 6 4 ഒരു 6 അടക്കം 68 റൺസുമായിട്ട് ക്യാപ്റ്റൻ്റെ പ്രകടനം നടത്തി. സാക്കിബ് മഹമ്മൂദിൻ്റെ പന്തിൽ LBW ആയിട്ട് മടങ്ങി. തിലക് വർമ്മ 13 റൺസാണ് അടിച്ചത്. ഹർഷിത് റാണ ഡക്കായി. അതേസമയം ശിവൻ ദ്യൂബെ 21 പന്തുകളിൽ നിന്ന് 2 4 3 6 അടക്കം 42 റൺസുമായിട്ട് പുറത്താകുന്നു. അക്സർ പട്ടേൽ 4 പന്തുകളിൽ നിന്ന് 3 റൺസാണ് അടിച്ചത്. അവസാനം അദ്ദേഹം റണ്ണൌട്ട് ആവുകയായിരുന്നു. ഏതായാലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് 4 ഓവറിൽ 33 റൺസിന് 3 വിക്കറ്റ് എടുത്ത സാക്കിബ് മഹമ്മൂദാണ് തിളങ്ങിയത്. സാം കറൻ 3 ഓവറിൽ 25 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ലിയാം ഡോസൺ 3 ഓവറിൽ 26 റൺസും വിട്ടുകൊടുത്തു. ഏതായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 189 റൺസ് ഡിഫെൻഡ് ചെയ്യുക, അതാണ് ഇനി വേണ്ടത്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി രണ്ടാം ഇന്നിങ്സിനായി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.